അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാനിൻ്റെയും തജ്വീദുൽ ഖുർആനിൻ്റെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, വൽ ഇൽമു യുഗ്ത വലാ യഅ്തി. ഇത് പറഞ്ഞത് ഓപ്ഷൻസ് ഹാറൂൺ റഷീദ്, അമീൻ മഅ്മൂൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 2. സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേര്. ഓപ്ഷൻസ് അൽ അഹദ്, അസ്സമദ്, അൽ ബലദ്. ശരി ഉത്തരം അസ്സമദ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ മാസം. ഓപ്ഷൻസ് റബീഉൽ അവ്വൽ, മുഹറം, റമളാൻ. ശരി ഉത്തരം റബീഉൽ അവ്വൽ. 4. നോക്കൂ, യാത്ര എന്നാണ് അർത്ഥം. ഓപ്ഷൻസ് റുഹ്സ, തായിറ, റിഹ്ല. ശരി ഉത്തരം റിഹ്ല. 5. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻസ് ഖത്തുൽ കൂഫി, ഖത്തുൻ നസ്ർ, ഖത്തുൽ സുലുസ്. ശരി ഉത്തരം ഖത്തുൽ കൂഫി. 6. നോക്കൂ, അൽ-ലുനൂന എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം. ഓപ്ഷൻസ് അൽ ബദൽ, അസിയാദ, അൽ ഖദഫ്. ശരി ഉത്തരം അസിയാദ. അപ്പൊ അതിലാണ് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. നോക്കൂ, ഇത്തക്കില്ല, ഇസ്ഹദ് ഫിദ്ദുനിയ, വഷ്ദുദ് യദൈക, ലാ തളു ഷൈഅൻ, വസ്ഹദ് ഫീമ ഇൻദന്നാസ്. ഇപ്പുറത്ത് നോക്കൂ, എ യുഹിബ്ബുക്കല്ലാ, ബി റഫഅഹുല്ലാ, സി യുഹിബ്ബുക്കന്നാസ്, ഡി ബിഹബിലില്ലാ, ഇ ഹൈസുമ കുൻത. അപ്പോൾ ഓരോന്നിനും യോജിച്ച ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ, ഒന്നാമത്തത് ഇത്തക്കില്ലാഹ ഹൈസുമ കുൻത. അപ്പോൾ നമുക്ക് ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ഇ എന്ന് അവിടെ എഴുതുക. 2. ഇസ്ഹദ് ഫിദ്ദുനിയ. അതിന് ശരിയായത് എ യുഹിബ്ബുക്കല്ലാ. അപ്പോൾ എ എന്ന് എഴുതുക. 3. വഷ്ദുദ് യദൈക. അതിന് ശരിയായത് ഡി ബിഹബിലില്ലാ. വഷ്ദുദ് യദൈക ബിഹബിലില്ലാ. അപ്പോൾ ഡി എന്ന് എഴുതുക. 4. നോക്കൂ, ലാ തളു ഷൈഅൻ. അതിന് ശരിയായത് ബി റഫഅഹുല്ലാ. അപ്പോൾ ബി എന്ന് എഴുതുക. 5. വസ്ഹദ് ഫീമ ഇൻദന്നാസ്. അതിന് ശരിയായത് സി യുഹിബ്ബുക്കന്നാസ്. ഇ എ ഡി ബി സി. കൂട്ടുകാർ കറക്റ്റ് ആയിട്ട് ആ ലെറ്റർ അവിടെ എടുത്തെഴുതുക. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ ഡേഷിന് സമാനമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3-1. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 3-1 സമാനമാണ്. 2. നുബൂവത്തിന്റെ ഡേശാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് 13. നുബൂവത്തിന്റെ 13-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് ഡേഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ മുവത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് അൽ മുവത്ത. 4. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷയുടെ വീട്ടിൽ താമസിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് അബു അയ്യൂബൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു അയ്യൂബൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. 5. നോക്കൂ, ഉൻലുർ കൈഫ എന്നതിൽ ഹംസത്തുൽ വസ്ലിനെ ഡേഷ് നൽകി ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ലമ്മ. ഉൻലുർ കൈഫ എന്നതിൽ ഹംസത്തുൽ വസ്ലിന് ലമ്മ നൽകി ഓതണം.
ആറാമത്തത് നോക്കൂ, ലാ തോമന്ന എന്നതിൽ നൂനിനുമേൽ ഡേഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഷ്മാം. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത പ്രവർത്തനം, നാലാമത്തെ പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഉത്തരം 114. 2. ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തിഹ നിർബന്ധമായി എത്ര തവണ ഓതണം? ഉത്തരം 17 തവണ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ എത്ര? ഉത്തരം 30 ആയത്തുകൾ. 4. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേൽ കുത്തി എത്ര തവണ? ഉത്തരം 16 തവണ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, അഷ്ശൈഖ് അബുൽ ഫത്ഹിൽ ബുസ്തി റളിയല്ലാഹു അൻഹു ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ഉത്തരം അബ്ബാസിയ കാലഘട്ടത്തിലെ. 6. 1,00,000 തവണ ഓതിയാൽ അത്താഖത്തും മിനന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും. ആർക്ക്? ഉത്തരം ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവർക്ക്. രണ്ടാമത്തെ ചോദ്യം, ഉമ്മു അയ്യൂബും ഭർത്താവും രാത്രി ഉറക്കമൊഴിച്ചിരുന്നു. കാരണം? അതിന്റെ ഉത്തരം നോക്കൂ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലായി എന്ന പരിഭ്രാന്തിയായിരുന്നു അതിന് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴത്തെ നിലയിലും അവർ മുകളിലത്തെ നിലയിലുമായി എന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ദൈതകാസുല ഫിൽ ഖൈറാത്തി തത്ലുബുഹ ഫലൈസ യസ്അദു ബിൽ ഖൈറാത്തി കസ്ലാൻ. സാരം എഴുതുക. അതിന്റെ ഉത്തരം നോക്കൂ, നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിൽ മടി ഒഴിവാക്കുക. കാരണം അലസനായ മനുഷ്യൻ നന്മ കൊണ്ട് സൗഭാഗ്യവാനാവുകയില്ല. നാലാമത്തെ ചോദ്യം നോക്കൂ, ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും. അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. അതായത് ഇതിനെ നേരെ അറബിയിലേക്ക് തർജിമ ചെയ്യാനുള്ളതാണ്. അതിന്റെ ഉത്തരം നോക്കൂ, സഅർജിഉ ഇലൽ ബൈത്തി ഗദാ. അഞ്ചാമത്തെ ചോദ്യം, ഖത്തുൻ നസ്ഹിന്റെ ഒരു മഹത്വം എഴുതുക. ഉത്തരം എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഖത്തുൻ നസ്ഹ്. ലോകത്ത് ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റു അറബി പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഖത്തുൻ നസ്ഹിലാണ്. ആറാമത്തെ ചോദ്യം നോക്കൂ, അർ റിബ എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം എന്ത്? അതിന്റെ ഉത്തരം നോക്കൂ, അൽ ബദൽ, അതായത് ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം എഴുതൽ. ഏഴാമത്തെ ചോദ്യം, ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. അതിന്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ. ഉദാഹരണം ഉൻലുർ കൈഫ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആറാമത്തെ പ്രവർത്തനം, കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. അതിലെ ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ ഇഖ്ലാസിന്റെ അവതരണ പശ്ചാത്തലം. അതിന്റെ ഉത്തരം നോക്കൂ, ഖുറൈശികൾ അവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് അവയോട് പ്രാർത്ഥിക്കും. ആഘോഷങ്ങളിൽ അവയ്ക്ക് വേണ്ടി അറവ് നടത്തും. അപ്പോൾ അവയെ ആരാധിക്കുന്നതിലുള്ള വിവരക്കേടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തി. അവയോട് പ്രാർത്ഥിക്കുന്നതിലുള്ള വിഡ്ഢിത്തത്തെയും. അപ്പോൾ അവർ നബിയോട് നബിയുടെ റബ്ബിന്റെ വിശേഷണങ്ങളെക്കുറിച്ചും ആരാധ്യന്റെ തറവാടിനെക്കുറിച്ചും ചോദിച്ചു. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു എന്നവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ ആരാധ്യനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ നിന്റെ റബ്ബിന്റെ തറവാട് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. ഉടനെ ജിബ്രീൽ അലൈഹിസലാം ഈ സൂറത്തുമായി പ്രത്യക്ഷപ്പെട്ടു. ഇതായിരുന്നു സൂറത്തുൽ ഇഖ്ലാസിന്റെ അവതരണ പശ്ചാത്തലം. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ, ഖുർആനിലെ മഹത്വമുള്ള ചില സൂറത്തുകൾ.
ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മ, അതായത് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തേത് സൂറത്തു യാസീൻ. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്തം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഖുർആനിന്റെ ഹൃദയം, അതായത് കൽബുൽ ഖുർആൻ എന്നാണ് അതിന്റെ സ്ഥാനപ്പേര്. മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക്. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. നാലാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസിയ്. അടുത്ത സൂറത്ത് നോക്കൂ, സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, അതായത് ആമനർ റസൂൽ, രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷെറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ 5 സൂറത്തുകളുടെ പേരും അതിന്റെ വിശദീകരണവും കൂട്ടുകാര് മനസ്സിലാവുന്നത് പോലെ ചെറുതാക്കി കൂടെ നിങ്ങൾ എഴുതുക. ഇൻഷാ അല്ലാഹ് കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.